നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം അണ്ടർ 20 കൊപ്പ അമേരിക്കയുടെ ഫൈനൽ റൗണ്ടിൽ ഒരു പൊട്ടൻഷ്യൽ ഫൈനൽ എന്ന് വിളിക്കാവുന്ന മത്സരത്തിൽ ബ്രസീലും അർജന്റീനയും സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. 1-1 സമനില. ഈ ടൂർണമെന്റിന്റെ ഫസ്റ്റ് റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ അർജന്റീനയോട് ബ്രസീൽ 6-0 പൊട്ടിയിരുന്നു എന്ന കാര്യം ഓർക്കുക. അതിൽ നിന്ന് അവർ ശക്തമായി തിരികെ വന്നു. ഇപ്പോൾ ഫൈനൽ റൗണ്ടിൽ ഒരു ഒന്നാം സ്ഥാനത്താണ്. അർജന്റീനയെ അവർ നിർണായകമായ മത്സരത്തിൽ സമനിലയിൽ പിടിച്ചിരിക്കുകയാണ്. കളിയിൽ ക്ലോഡിയോ എച്ചുവേരിയാണ് അർജന്റീനയുടെ ഗോൾ കണ്ടെത്തിയതെങ്കിൽ റയാനിലൂടെയാണ് ബ്രസീൽ മറുപടി ഗോൾ കൊടുത്തിട്ടുള്ളത്. കളിയിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്ലോഡിയോ എച്ചുവേരിയും അതുപോലെ കാരിസോയും സുബായ്ബ്രയും ഹിഡാൽഗോയും ഒക്കെ ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് പെഡ്രോയും വെസ്ലിയും റയാനും ഒക്കെ ചേർന്നുകൊണ്ടാണ് ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ആദ്യ പകുതിയിൽ അർജന്റീന ആധിപത്യം പുലർത്തി 40-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കിക്കൊണ്ടാണ് എച്ചുവേരി തന്റെ ടീമിന് ലീഡ് നേടിക്കൊടുത്തത്. എന്നാൽ രണ്ടാം പകുതിയിൽ ബ്രസീൽ തിരിച്ചടിക്കുന്ന കാഴ്ച 78-ാമത്തെ മിനിറ്റിലാണ് റയാന്റെ ഗോൾ വരുന്നത്. ഇഗോർ സൊററ്റോയുടെ അസിസ്റ്റിൽ നിന്നാണ് അദ്ദേഹം ടീമിന് സമനില നേടിക്കൊടുത്തത്. ഒടുവിൽ 1-1 എന്ന സമനിലയിൽ മത്സരം അവസാനിക്കുമ്പോൾ ഇതൊരു പൊട്ടൻഷ്യൽ ഫൈനലാണ്. കാരണം ഈ രണ്ട് ടീമുകൾക്കാണ് ഏറ്റവും അധികം പോയിന്റുകൾ ഉള്ളത്. ഇനിയിപ്പോ ഒരു റൗണ്ട് മത്സരം മാത്രമേ ബാക്കിയുള്ളൂ. ബ്രസീൽ ഏതാണ്ട് കിരീടം ചൂടിയ അവസ്ഥയാണ്. അല്ലെങ്കിൽ പിന്നെ അടുത്ത കളിയിൽ അവർ വലിയ രൂപത്തിൽ പരാജയപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാവണം. നിലവിൽ ബ്രസീൽ എന്തായാലും വലിയ അപ്പർ ഹാൻഡ് നേടിയിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ പോയിന്റിൽ ഇവർ രണ്ട് ടീമുകളും ഒരുപോലെയാണ്. എന്നാൽ ഗോൾ ഡിഫറൻസിലാണ് ബ്രസീൽ മുന്നിലുള്ളത്. 4 കളികളിൽ നിന്ന് 10 പോയിന്റോടെ ബ്രസീൽ ഒന്നാമത്, 3 വിജയവും 1 സമനിലയും. അവർക്ക് +4 ഗോൾ ഡിഫറൻസ്. അർജന്റീന 4 കളികളിൽ നിന്ന് 3 വിജയവും 1 സമനിലയും 10 പോയിന്റ് തന്നെയുണ്ട്. പക്ഷെ അവരുടെ ഗോൾ ഡിഫറൻസ് 3. അപ്പോൾ ബ്രസീൽ ഇപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.